ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പോണതേ വാഴാനി ഡാം കാണാനാണ് കേട്ടോ. ഇത് തൃശ്ശൂർ ജില്ലയിലാണ്, വടക്കാഞ്ചേരിക്കടുത്താണ് വാഴാനി ഡാം. ഇവിടേക്ക് കടക്കുമ്പോൾ തന്നെ രണ്ട് സൈഡിലായിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ കോമ്പൗണ്ടിൻ്റെ സെൻറ്ററിൽ തന്നെ ഒരു വലിയ മരവും അതിന് ചുറ്റും ഇരിക്കാനുള്ള തറയൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ആ കാണുന്നതാണ് കേട്ടോ ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ അഡൾട്ടിന് 20 റുപ്പീസും പിന്നെ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 10 റുപ്പീസുമാണ് ചാർജ് വരുന്നത്. ഇവിടുത്തെ ടൈമിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ 9:30 മുതൽ 6 മണി വരെയാണ് കേട്ടോ. അതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ഡാമിൻ്റെ അകത്തേക്ക് കടക്കാനുള്ള എൻട്രൻസ്. ഡാമിൻ്റെ എൻട്രൻസ് കടന്ന് അകത്ത് വരുമ്പോൾ നിറയെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കണ കാരണം നടക്കാനൊക്കെ നല്ല തണലാണ്. പിന്നെ ഈ ഡാമിൻ്റെ ഉള്ളിൽ അത്യാവശ്യം ദൂരം നടക്കാനുണ്ട് കേട്ടോ. ഒരു ചെറിയ കയറ്റം പോലെയുള്ള സ്ഥലമാണ്. കാലിനൊക്കെ വയ്യായ്കയുള്ളവർക്കൊക്കെ നടക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഇവിടുത്തെ മരത്തമ്മലുണ്ടായ പൂക്കളൊക്കെ കൊഴിഞ്ഞ് അടിയിൽ കിടക്കണത് കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. ഈ കയറ്റം കയറിയിട്ട് നമ്മൾ നേരെ ചെല്ലണത് ഡാമിൻ്റെ മുകളിലേക്കാണ് കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ ഡാമിൻ്റെ മുകൾ വശം. ഇവിടുത്തെ അണക്കെട്ടിനൊരു പ്രത്യേകതയുണ്ട്. ഇത് പൂർണ്ണമായിട്ടും ക്ലേ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ഡാമാണ് കേട്ടോ. ഇവിടുത്തെ വെള്ളം മെയിനായിട്ട് കൃഷിക്കും പിന്നെ കുടിവെള്ള ആവശ്യത്തിനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണത്. ഡാമിൻ്റെ മുകളിൽ നിന്ന് അടിയിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഇവിടുത്തെ ഗാർഡനാണ് കേട്ടോ. നല്ല വ്യൂ ആയിരുന്നു. സൺസെറ്റ് ടൈമായിരുന്നു കേട്ടോ ഞങ്ങൾ പോയത്. അതുപോലെ തന്നെ ഈ ഡാമിൻ്റെ സൈഡിലൊക്കെ നല്ല ഭംഗിയുള്ളൊരു പുല്ല് മുളച്ച് വന്നിട്ടുണ്ട്. അത് കാറ്റത്ത് ഇങ്ങനെ ആടുന്നത് കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. ഡാമിൻ്റെ ഉള്ളിലേക്ക് കിടക്കാനുള്ള സ്റ്റെപ്സാണ് കേട്ടോ ആ കാണുന്നത്. പക്ഷെ അവിടെയൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു.
ഈ ഭാഗത്ത് കുറച്ച് മങ്കികളൊക്കെ ഉണ്ടായിരുന്നു. അവരവിടെ ഇരുന്ന് പുല്ലൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൾക്കാരൊക്കെ കൂടണ കണ്ടപ്പോൾ അവർ തിരിച്ച് മരത്തിൻ്റെ മുകളിലേക്ക് തന്നെ ഓടിപ്പോയി. ഈ ഭാഗത്താണ് കേട്ടോ ഡാമിൻ്റെ ഷട്ടറുകൾ ഉള്ളത്. ഈ വഴി പോകുമ്പോഴാണ് നമ്മൾ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ അവിടേക്ക് എത്തുക. കാണുന്ന സ്റ്റെപ്സ് ഇറങ്ങിയിട്ട് വേണം കേട്ടോ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ ഷട്ടറുകളൊക്കെ തുറന്നു കഴിഞ്ഞാൽ വെള്ളം വരുന്നത് പാറകളുടെ മുകളിൽ കൂടെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ സമയത്ത് കാണാൻ നല്ല രസമായിരിക്കും. ഞങ്ങൾ പോയ സമയത്തൊക്കെ ഷട്ടർ ക്ലോസ് ആയിരുന്നു. ഡാമിൻ്റെ അപ്പുറത്തെ സൈഡ് മൊത്തം ചെറിയൊരു കാടാണ് കേട്ടോ. നിറയെ മരങ്ങളൊക്കെ ഉള്ള കാരണം തന്നെ നല്ല തണലാണ് അതിൽ കൂടെ നടക്കാൻ വേണ്ടിയിട്ട്. ഈ കാണുന്നതാണ് ഹാങ്ങിങ് ബ്രിഡ്ജ്. ഇതിൻ്റെ മുകളിൽ നിറയെ കുരങ്ങന്മാരുണ്ടായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. ഷട്ടർ ഓപ്പൺ ചെയ്തിരിക്കുന്ന സമയമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നിന്ന് നല്ല അടിപൊളി വ്യൂ കിട്ടിയേനെ.
ഹാങ്ങിങ് ബ്രിഡ്ജ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നേരെ പോണത് ചിൽഡ്രൻസ് പാർക്കിൻ്റെ അവിടേക്കാണ് കേട്ടോ. ഇവിടെയും പോണ വഴിയിലൊക്കെ നിറയെ മരങ്ങളായിരുന്നു. മാവുകളാണ് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് ഒരുവിധമൊക്കെ. എല്ലാവിടെയും സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട്. ഈ ഡാമിലെ വെള്ളം മെയിനായിട്ട് കൃഷിക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ വഴിയാണ് കേട്ടോ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം തുറന്നു വിട്ടിട്ടുള്ളത്. ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ ഗാർഡൻ മാത്രമല്ല, അതിൻ്റെ ഒരു സൈഡിലായിട്ട് ചിൽഡ്രൻസ് പാർക്കും കൂടി ഉണ്ട്. ഗാർഡൻ്റെ ഉള്ളിലൊക്കെ ബുഷുകളാണ് നിറയെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. അതൊക്കെ നല്ല ഷേപ്പിൽ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ചിൽഡ്രൻസ് പാർക്ക്. ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. കുട്ടികളൊക്കെ പാർക്ക് കണ്ടപ്പോൾ പിന്നെ കളിക്കാൻ വേണ്ടി ഓടി. ഇത്രയൊക്കെയാണ് കേട്ടോ വാഴാനി ഡാമിലത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.